സാറിന് ഞങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് ബോറടിച്ചോ? ഞാൻ പോടോന്ന് തീരുമാനിച്ചത് അതുകൊണ്ടൊന്നുമല്ല. എന്തോ എനിക്കറിയില്ല, ആകെ കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത. ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ഒരു ചെറിയ പനി വന്നെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് ഫെഡപ്പായാലോ? ഇവിടെ നോക്കാൻ ആരുമില്ലെന്ന് ഓർത്താണെങ്കിൽ അവിടെ ചെന്നാൽ ആരാണുള്ളത്? പോണോന്ന് കൺഫേംഡ് ആയിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. രാവിലെ തോമാച്ചനെ കണ്ടപ്പോ അങ്ങനെ തോന്നി. പറയാൻ അവകാശമില്ലെന്നറിയാം, എന്നാലും പറയാണ്. രഥോത്സവം കഴിയുന്നവരെങ്കിലും സാറ് പോകരുത്. ഉത്സവം നടക്കുമ്പോ അതെല്ലാം സാറിനെ കൊണ്ട് കാണിക്കണമെന്നൊരാശ. ഒന്നിനുമല്ല, വെറുതെ. ഞാൻ പറഞ്ഞില്ലേ ശ്യാമേ, പോണോന്ന് തീരുമാനിച്ചിട്ടില്ല. പോകാതിരിക്കാനാണ് സാധ്യത. താങ്ക് യു. നീ ഒരു 2 ദിവസത്തേക്ക് ഒന്നും എഴുതണ്ട. അമ്പലത്തിൽ പോയി ആ രഥോത്സവത്തിന്റെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണും. നാട്ടിലേക്ക് മടങ്ങിപ്പോണമെന്നുള്ള നിന്റെ ആ ദുഷ്ടവിചാരം ഉണ്ടല്ലോ, അത് താനേ ഇല്ലാതായിക്കോളും. മാത്രമല്ല, മറ്റന്നാളാ രഥോത്സവം. അത് കാണുകയും ചെയ്യാം. ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും ഒരു 3-4 മാസം ആവും. അപ്പോഴേക്ക് ഈ രഥോത്സവം സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെന്താ, പക്ഷേ നല്ല കാശിലും വരും. ചെലവിന്റെ കാര്യം ഒന്നും നിങ്ങൾ അറിയണ്ട, അതെല്ലാം ഞാൻ ഏറ്റു. എങ്കിൽ പിന്നെന്താ, ഈസിയല്ലേ? അല്ല, ഇത് ദേവന്മാരുടെയും ദേവിമാരുടെയും കഥയാണോ? ഏയ്, സോഷ്യൽ സബ്ജക്റ്റാണ്. ഈ രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ഫാന്റസി പോലെ, അങ്ങനെ ഒരു കഥ. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. വേണ്ട, ഞാൻ സിനിമ വരുമ്പോ കണ്ടോളാം. കള്ളു തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇതൊരുമാതിരി ചതിവായി പോയല്ലോ. ചായ, അതും ഈ കൊടും തണുപ്പത്ത്. ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ദേ ഇവളുടെ ഐഡിയ. വാ, ഓരോ സ്മോള് കഴിക്കാം. ഞാനില്ല, എനിക്ക് ചായ മതി. പാവൻ ശ്യാമ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഞങ്ങളൊരൽപ്പം കഴിക്കുന്നതിന് വിരോധമില്ലല്ലോ. ഇല്ല. ആ, എങ്കിൽ വാ തോമച്ച. ശരി. പനിക്കാരൻ എന്താ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ആ തോമായും ചന്ദ്രനും കൂടെ വലിച്ചിട്ട് വന്നത്. തോമായിക്ക് ഭയങ്കര പേടി ഞാൻ കടന്നു കളയുമെന്ന്. എല്ലാ വർഷവും നിങ്ങളാണോ ഈ ഉത്സവം നടത്താറ്? അല്ല, ഈ വർഷം മാത്രം. അമ്മയുടെ ഒരു നേർച്ച. എന്താ കാര്യം? പറയാൻ പാടില്ലാത്ത വല്ല കാര്യമാണ്. ഈ ഉത്സവം നടന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സ് മാറും, വിവാഹം നടക്കുന്നൊക്കെ അമ്മയുടെ അച്ഛന്റെ വിശ്വാസം. ശ്യാമയുടെ വിശ്വാസം എന്താ? എന്തോ എനിക്കൊന്നും അറിയില്ല. സാറ് ഉത്സവം കഴിയാണ്ട് പോലല്ലോ? ഇല്ല, ഇത് ഭയങ്കര ബോറാണ് കേട്ടോ, ഈ സാറേ സാറേ എന്നുള്ള വിളി. പിന്നെന്ത് വിളിക്കും? വിശ്വേട്ടാന്ന് വിളിച്ചാ മതി. കൊള്ളാം. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ആര്? മരിച്ചുപോയി. രണ്ടു ദിവസത്തെ എഴുത്ത് മുടങ്ങിയൊന്നും സാരമില്ല. നാളെ മുതൽ വീണ്ടും എഴുതി തുടങ്ങാലോ. എഴുത്തിന് സ്പീഡ് കൂട്ടാൻ ഒരു പണി പറയട്ടെ? പറഞ്ഞു തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. രാവിലെ 8 മണിക്ക് ഞാൻ അവിടെ വരും. ഞാൻ വരാതെ പൊയ്ക്കളല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? എങ്കിൽ ഞാൻ വെച്ചേക്കാം. വിശ്വട്ടാ, ശ്യാമേ, നീ കാണിക്കുന്നൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ. വിശ്വന് ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ലേ. നമ്മളയാൾക്കൊരു സ്വസ്ഥത കൊടുക്കേണ്ടതിന് പകരം നീ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം അയാളുടെ കൂടെ നടന്നും ഫോണും ഒക്കെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തിയാലോ? അതിന് ഞാൻ ഒരു ശല്യവും ചെയ്തില്ലല്ലോ. ആ, നീ ശല്യപ്പെടുത്താൻ ചെയ്യുന്നതല്ലായിരിക്കും, പക്ഷേ അയാൾക്കിതൊരു ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു? തെളിച്ചു പറഞ്ഞില്ല, അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നി. ആ, നീ പോയി കിടന്നുറങ്ങ.
വിഷയട്ട് റെഡിയായോ? സാറ് പോയി. എവിടേക്ക്? എവിടെ പോയിന്ന് ഒരു പിടിയില്ല. രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല. ഞാൻ വന്നാ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. വേണ്ട, ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. ഞാൻ ശ്യാമയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എനിക്കറിയാം ഞാനൊരു മണ്ടിയാണെന്ന്. ഞാൻ അടുത്ത് വരുംതോറും വിശ്വട്ടം കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ്. കുറെ ദിവസങ്ങളായി ഞാനത് ശ്രദ്ധിക്കുന്നു. ഞാനൊരു ശല്യമായി തോന്നിയെങ്കിൽ അത് എന്നോട് തന്നെ പറയാമായിരുന്നു. വെറുതെ ചന്ദ്രേട്ടനോട്. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. നീ എനിക്കൊരു ശല്യമാണെന്നല്ലേ? ഞാൻ അരുതെന്ന് വിചാരിച്ചിട്ടും നീ കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണെന്ന് ഞാൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ചന്ദ്രനോടല്ല, എന്നോട് തന്നെയാണ്, എന്റെ സ്വന്തം മനസാക്ഷിയോട്. നിന്നെ ഒന്ന് വെറുക്കാൻ എത്ര ദിവസമായി ഞാൻ ശ്രമിക്കുന്നു എന്നറിയാം. എനിക്കതിന് കഴിയുന്നില്ല. ശ്യാമേ, പ്ലീസ്, ഇനി നീ എന്നെ കാണാൻ വരരുത്. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നെ വെറുക്കും. നീ എന്നല്ല, ലോകത്തിൽ ഒരു സ്ത്രീക്കും അത് സഹിക്കാൻ കഴിയില്ല. ശ്യാമ, പ്ലീസ്, ശ്യാമ പൊയ്ക്കോളൂ. നീ എന്നെ വെറുക്കുന്നത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. Because you love me. എന്നോട് പോകാൻ പറയരുത്. ശ്യാമേ, it is so cheap. What is? എന്താണ് ഈ കാണിക്കുന്നത്? പലതവണ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ അവന്റെ കൂടെ അഴിഞ്ഞാടാൻ വിടരുതെന്ന്. അച്ഛനും ഒക്കെ ഒരു ടൈം പാസ് ഉണ്ടാക്കി കൊടുത്തല്ലേ. അഴിഞ്ഞാടാൻ നല്ല സൗകര്യം. മറ്റൊരു ഫ്രണ്ട് വിശ്വനാഥൻ. കാര്യം എന്താണെന്ന് പറയടാ. ഇവളോട് തന്നെ ചോദിക്ക്.
മരിച്ചുപോയ കാമുകന്റെ സ്മരണകളുമായി നടക്കുന്ന ദുഃഖപുത്രി. സാർ, നല്ല മഞ്ഞുണ്ട് സാർ. ഇനിയും പനി വന്നാലോ? താമ്പിക്കോ സാറേ, അത് പോകാനല്ലേ പറഞ്ഞത്? നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ മനസ്സ്, അവൾക്കിത് ഇഷ്ടമാണെങ്കിലോ? അവൾക്ക് 10-20 വയസ്സായില്ലേ മോനെ? നമ്മൾ എന്തുമാത്രം വിവാഹങ്ങൾ ആലോചിച്ചു. എന്തിനെങ്കിലും അവള് സമ്മതിച്ചിട്ടുണ്ടോ? അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ. അവൾ ഉറങ്ങിയോ? ഇല്ല, അതേ കിടപ്പ് കിടക്കുക. ആഹാരമാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. നേരം വെളുത്തിട്ട് അവളോടൊന്ന് ചോദിക്കാം. നേരം കുറേയായി, നീയും പോയി കിടന്നുറങ്ങിക്കോ. ചന്ദ്ര, ശ്യാമ എഴുന്നേറ്റോ? അതിന് അവൾ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? അവക്ക് ചായ കൊടുത്തോ? വേണ്ടെന്ന് പറഞ്ഞു. അമ്മേ ചായ ഇങ്ങനെ. ശ്യാമേ, ഈ ചായ കുടിക്ക്. ആ എടി പെണ്ണെ, എണീക്കാൻ. കല്യാണപ്രായമായ സ്വന്തം പെങ്ങൾ ഒരു അന്യപുരുഷന്റെ കൂടെ, അത് ഓപ്പൺ എയറിൽ വെച്ച് റൊമാൻസ് കളിക്കുന്നത് കണ്ടാൽ ഒരടി കൊടുക്കാന്നുള്ളത് നാട്ടുനടപ്പാ. അതൊരു സഹോദരന്റെ കടമയല്ലേ? ഞാൻ ഒരടിയല്ലേ അടിച്ചോളൂ, നീ വേണേ 2 അടി തിരിച്ചടിച്ചു. ദാ ആദ്യമേ ചായ കുടിക്ക്, അത് കഴിഞ്ഞ അടി. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചേട്ടനോട് വേണ്ട പറയാൻ. ഞാൻ ശരിയാക്കി തരില്ലായിരുന്നു. ആ അമ്മേ, ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഇനി അളിയന്റെ പടത്തിൽ ഞാനൊരു വിലസും. ശ്യാമേ, നീ കൂടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. ആ മോനെ, നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഒന്ന് ക്ഷമ പറഞ്ഞേക്ക്. പാവം, അവൻ ആകെ അപ്സെറ്റ് ആയി കാണും. അല്ലമ്മേ, വിശ്വനെ ഫേസ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ചമ്മല്. ഞാൻ ഇന്നലെ അവന്റെ കോളറെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ കാണിച്ചതല്ലേ. പിറ്റേ ദിവസം തന്നെ കല്യാണാലോചനയായിട്ട് ചെല്ലുകയെന്ന് പറഞ്ഞ. നീ എന്തിനാ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ ഓ, പോയത്? അത് ശരി. പുന്നാരമൊക്കെ പ്രേം വന്നപ്പോ അച്ഛനും അമ്മയും സപ്പോർട്ട്. ബാക്കിയുള്ളവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണിനെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കി വാശിക്കായിരുന്നു അച്ഛനും അമ്മയെ അടി. മതി, നിന്റെ ഈ തമാശയൊക്കെ ഒന്ന് കള. നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോര്. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഉത്സവത്തിന് പോകാം. ഓ, Because you love me. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യത്തക്ക പക്വതയും എനിക്കില്ല. അത് വിശ്വന് ഇന്നലെ തന്നെ മനസ്സിലായി കാണുമല്ലോ. ശ്യാമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കുന്ന ഒരാൾ കഴിഞ്ഞതെല്ലാം മറന്ന് അവളും അയാളെ സ്നേഹിക്കാൻ തയ്യാറാവുക.
കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ ഇന്നലെ അതും ഇതുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് അതൊന്നും മനസ്സിൽ വെക്കരുത്. എന്നോട് ക്ഷമിക്കൂ ഈശോ. ചന്ദ്രൻ, നിങ്ങളൊക്കെ ഇപ്പോഴാണ് എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. കുറേയൊക്കെ എന്റെ കുറ്റമാണെന്നറിയാം. എന്നാലും എന്റെ മനസ്സിൽ നല്ലതെന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയവളാണ് ശ്യാമ. ഞാൻ ആരാണെന്നറിയാതെ മറ്റെന്തെങ്കിലുമൊക്കെ ശ്യാമ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്കും അവളെ ഇഷ്ടമാണ്. പക്ഷേ എന്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ശ്യാമയെ സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല ചന്ദ്ര. ഞാൻ പറയുന്നതെല്ലാം ചന്ദ്രൻ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. എല്ലാം തുറന്നു പറയാനുള്ള ശക്തിയും തുറന്നു പറയണ്ടടാ, അല്ലാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. കാരണം നിന്റെ പ്രായം തന്നെയാണ് എനിക്കും. കാണാൻ കൊള്ളാവുന്ന കൊച്ചു പെമ്പിള്ളേരെ കണ്ടാൽ എന്റെയും നിന്റെയും മനസ്സ് എവിടെ പോകുമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഒരു ഭാര്യയല്ലടാ നിനക്ക് ആവശ്യം. കഥ എഴുതാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു, ആ ബോറടി മാറ്റാൻ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ പെങ്ങളാണടാ. അവളെ ചതിച്ച നിന്നെ ഞാൻ ഈ നിമിഷം ഞാനത് ചെയ്യുന്നില്ല. കാരണം ആ വാർത്ത അറിഞ്ഞാൽ ഒരുപക്ഷെ അവൾ എനിക്ക് നിന്നോട് ഒരപേക്ഷയുണ്ട്. ഇന്ന് തന്നെ നീ ഇവിടം വിട്ടു പോകണം. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഇവിടെ കാണാനിടയായാൽ എന്റെ ഈ നിയന്ത്രണം തെറ്റിപ്പോയെന്ന് വരും.